നിങ്ങൾ ആദ്യത്തെ വീഡിയോ കണ്ടില്ലേ, വന്നിട്ട് ഏതൊക്കെ വിശ്വസിക്കണം ഏതൊക്കെ വിശ്വസിക്കേണ്ട എന്നുള്ള ഒരു സംശയത്തിലൂടെയാണ് നമ്മുടെ ഈ ഒരു കാലഘട്ടം കടന്നു പോകുന്നത്. ഒരുപാട് ആളുകൾ തെറ്റിദ്ധാരണ മൂലം പല ചതിയിലും പോയി വീഴുന്നുണ്ട്. പ്രത്യേകിച്ച് യൂസ്ഡ് കാറുകൾ എടുക്കാൻ പോകുന്ന ആളുകളൊക്കെ ഒരുപാട് ചതിയിൽ വീണ കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. വാഹനം കാണുമ്പോൾ എടുക്കുമ്പോഴൊന്നും വേറെ കുറ്റോ കുറവുകളോ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ വാഹനത്തിൻ്റെ ഓരോ കംപ്ലയിൻറ്റ്സ് ആയിട്ട് പുറത്തു വരികയും പിന്നീട് അതിനുവേണ്ടി ഒരുപാട് പൈസ ചിലവാക്കുന്ന ഒരു സിറ്റുവേഷനിലൂടെയാണ് യൂസ്ഡ് കാർ മേഖല ചതിക്കുഴിയുടെ ഒരു കൂമ്പാരം എന്ന് വേണം പറയാൻ. പക്ഷേ വാഹനത്തെക്കുറിച്ച് കൂടുതൽ അറിയാത്ത ആളുകൾക്ക് പോലും വളരെ ധൈര്യമായിട്ട് വരാൻ പറ്റുന്ന ഒരു ഷോറൂമിലാണ് ഞാനെന്നുള്ളത്. ഈ ഷോറൂമിൻ്റെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇത് പോപ്പുലർ വെഹിക്കിൾസിൻ്റെ മാരുതി ട്രൂ വാല്യൂ ഷോറൂമാണ്. തൃപ്പയാറാണ് ഷോറൂമിൻ്റെ ലൊക്കേഷൻ വരുന്നത്. ഇവിടുത്തെ ഷോറൂമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ സെയിൽ ചെയ്ത ഷോറൂം ഏതാണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറയാൻ പറ്റുന്ന ഒരു ഷോറൂമാണ് ഈ ഒരു തൃപ്പയാർ പോപ്പുലർ ട്രൂ വാല്യൂ ഷോറൂം. എന്തുകൊണ്ടാണ് വീഡിയോസ് കണ്ടിട്ട് ഇവിടെ ഇത്രയും കൂടുതൽ സെയിൽ നടക്കാൻ കാരണം? ഇവിടുത്തെ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ആൽവിൻ കസ്റ്റമേഴ്സിനോട് പെരുമാറുന്ന രീതി, അതേപോലെ തന്നെ ഫോൺ എടുക്കുമ്പോൾ ഡീൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എല്ലാവർക്കും വളരെയധികം നല്ല അഭിപ്രായമാണ് ആൽവിനെ പറ്റിയിട്ട്. അതുകൊണ്ട് തന്നെയാണ് പല സ്ഥലങ്ങളിൽ നിന്ന് പോലും വാഹനങ്ങൾ കാണാതെ വാഹനം വീട്ടിലെത്തിച്ചുകൊണ്ടാണ് കച്ചവടം നടത്തുന്നത്. അതായത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പല ജില്ലകളിലേക്കും വാഹനം കാണാതെ കച്ചവടം നടത്തിയിട്ടുള്ള ഒരാളാണ് ആൽവിന്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഈ മാസം ഏതൊക്കെ വാഹനങ്ങൾ സ്റ്റോക്ക് ഉണ്ട്, എന്തൊക്കെയാണ് വാഹനങ്ങളുടെ കാര്യങ്ങൾ എന്നൊക്കെ നമുക്ക് ആൽവിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഒരു കിടിലം വീഡിയോ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ്. വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ തന്നെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ തുടർന്നുള്ള ദിവസങ്ങളിലും ഈ സഹകരണം സപ്പോർട്ടൊക്കെ കൊടുക്കുക. കാരണം ആൽവിൻ്റെ ഒരു മികച്ച അവതരണം തന്നെയാണ് ആളുകളെ ഈ ഷോറൂമിലേക്ക് ആകർഷിക്കുന്നത്. ഇവിടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയാത്തവർക്ക് വേണ്ടി വീണ്ടും പറയുകയാണ്, 6 മാസം മുതൽ 1 വർഷം വരെ വാറണ്ടി കൊടുക്കുന്നുണ്ട്, 3 ഫ്രീ സർവീസ് കൊടുക്കുന്നുണ്ട്. എല്ലാ വാഹനങ്ങളും ഹൈ ക്വാളിറ്റി വാഹനങ്ങളാണ്. വേറെ തട്ടോ മുട്ടോ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. എന്തെങ്കിലും തരത്തിലുള്ള കംപ്ലൈൻറ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ അത് എടുത്ത് പറഞ്ഞിട്ടാണ് വാഹനം സെയിലിന് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വാഹനത്തെക്കുറിച്ച് കൂടുതൽ അറിയാത്ത ആളുകൾക്ക് പോലും ധൈര്യമായിട്ട് വരാൻ പറ്റുന്ന ഷോറൂമാണ്. ഈ മാസം ഏതൊക്കെ സ്റ്റോക്ക് ഉണ്ട്, എന്തൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങളെന്നൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ പോവുകയാണ്. വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഈ ഒരു ഷോറൂമിലത്തെ നിലവിലെ സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തിയിരുന്നത് ഇവിടുത്തെ സെയിൽസ് എക്സിക്യൂട്ടീവ് എല്ലാമായിട്ടുള്ള ആൽവിനോടാണ്. നമസ്കാരം. ഇവൻ്റെ കാര്യം അറിയോ? ഒരു വാഹനം നോക്കാൻ വേണ്ടി ഒരാൾ ഈ ഷോറൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ആൾ തിരിച്ചു പോകുമ്പോൾ ഒരു കാർ കൂടെ കൊണ്ടുപോകും. അങ്ങനത്തെ സർവീസും കാര്യങ്ങളാണ് ആൽവിൻ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം വാഹനത്തിനെ കുറിച്ചിട്ട് A to Z കാര്യങ്ങൾ, ഇപ്പോൾ വണ്ടിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയാത്ത ആളുകൾ സാധാരണ മെക്കാനിക്കിനെ കൂടെ കൂട്ടാറുണ്ട്. എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ അതുണ്ടെന്നൊക്കെ ചോദിക്കാൻ വേണ്ടി. പക്ഷേ ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. കാരണം അവൻ തന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറയും. ഒരു ഒളിയുമില്ല മറയില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ആളുകൾ ഇവിടേക്ക് ഓടിയെത്തുന്നത്. എവിടേക്കൊക്കെ ഇപ്പോൾ വണ്ടി സെയിലും കാര്യങ്ങളൊക്കെ കൊടുത്തു? നമ്മളിപ്പോൾ കഴിഞ്ഞ മാസം യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് ഒരു വണ്ടി തിരുവനന്തപുരത്തേക്ക് നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു വണ്ടി ആലപ്പുഴ ജില്ലയിലേക്ക് മാവേലിക്കരയ്ക്ക് ഒരു വണ്ടി നമ്മൾ ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു. മാവേലിക്കര നമ്മൾ ഡെലിവറി കൊടുത്ത് കസ്റ്റമർ വണ്ടി കണ്ടിട്ടൊന്നുമില്ല. കസ്റ്റമർ വിദേശത്താണ്. ജസ്റ്റ് ഫോണിലൂടെയും വാട്സാപ്പിലൂടെയുള്ള കോൺടാക്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം വണ്ടീനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ആ വണ്ടിയെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും A to Z കാര്യം ആൽവിൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ പിന്നെ വണ്ടി വന്ന് നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ എന്തായാലും ഈ മാസം ഒരുപാട് സ്റ്റോക്കും കാര്യങ്ങളും വന്നിട്ടില്ലേ? നമുക്കിപ്പോൾ നിലവിൽ ഒരു 10-25ഓളം വാഹനങ്ങളുണ്ട്. ഒരു മാക്സിമം ഒരു 50,000 രൂപ റേഞ്ചിൽ ഡൗൺ പേയ്മെന്റ് കൊടുത്ത് വണ്ടി ഇറക്കി ചെയ്തു തരാൻ പറ്റൂലേ? ബാക്കി നമുക്ക് മാക്സിമം ലോൺ ഇവിടുന്ന് ചെയ്തു 85 to 90% ലോണും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ 1 ഇയർ വാറണ്ടി, 3 ഫ്രീ സർവീസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ മാരുതി അല്ലാതെ മൾട്ടി ബ്രാൻഡ് വണ്ടികൾക്കും നമ്മൾ 1 ഇയർ വാറണ്ടി കാര്യങ്ങളൊക്കെ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അതർ ബ്രാൻഡ് വാഹനങ്ങൾക്ക് ഇപ്പോൾ മാരുതിയുടെ ട്രൂ വാല്യൂ ഷോറൂമാണ്. മാരുതിയുടെ വാഹനത്തിന് മാത്രമല്ല അതർ ബ്രാൻഡ് വാഹനങ്ങൾക്കും ഈ പറഞ്ഞ പോലെ തന്നെ വാറണ്ടി കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാ പ്രാവശ്യവും നമ്മൾ മാരുതിയുടെ ട്രൂ വാല്യൂ ആയതുകൊണ്ട് മാരുതി വാഹനങ്ങൾ മുതലാണ് തുടങ്ങാറ്. പക്ഷേ ഇത്തവണ നമ്മൾ ടാറ്റ മുതലാണ് തുടങ്ങുന്നത്. ഇതിന്റെ ഡീറ്റെയിൽസ് അതിന് തന്നെ. ഇത് 2021 മോഡൽ ടാറ്റ നെക്സോൺ ഫുൾ ഓപ്ഷൻ ആണ്. ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. വെറും 35,000 കിലോമീറ്റർ വണ്ടി ആകെ ഓടിയിട്ടുള്ളൂ. 35,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. ജെനുവിൻ കിലോമീറ്റർ ആണ്. ഏതാ വേരിയന്റ് എന്ന് പറഞ്ഞാൽ? ഇത് XZ A+ ഓപ്ഷണൽ ആണ്. ഫുൾ ഓപ്ഷൻ ആണ്. ടോപ്പ് എൻഡ് മോഡലാണ്. സൺറൂഫ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെ വരുന്നത്? ഇതിൽ നമുക്ക് ഡ്യുവൽ എയർ ബാഗ്, ABS, EBD, റിവേഴ്സ് പാർക്കിംഗ് സെൻസർ, ഇൻഫോർടൈൻമെന്റ് വരുന്നുണ്ട്. 4 അലൈവീൽ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സൺറൂഫ് വരുന്നുണ്ട്. ടയറും കാര്യങ്ങളൊക്കെ പക്കല്ലേ? ടയർ കാര്യങ്ങളൊക്കെ ഒരു 75% ടയറും കാര്യങ്ങളുണ്ട്. ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. ഇത് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര? 8,15,000 8,15 ചോദിക്കുന്ന പ്രൈസ്. ചെറിയ രീതിയിൽ മാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കമ്പനിയിൽ എപ്പോഴും ഫിക്സ്ഡ് റേറ്റ് ആണ്. കാരണം നമ്മൾ ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ റീഫർബിഷ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്താണ് കൊടുക്കുള്ളൂ. കൂടാതെ മെക്കാനിക് വർക്ക് കംപ്ലൈൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ആക്കി, മേജർ ആയിട്ടുള്ള സ്ക്രാച്ചസ് ഡെന്റസ് ഉണ്ടെങ്കിൽ അതെല്ലാം പെയിന്റ് ചെയ്ത് വാഷിംഗ്, പോളിഷിംഗ്, ഇന്റീരിയർ ക്ലീനിങ്, ജനറൽ ചെക്കപ്പ്, ഓയിൽ ഫിൽറ്റർമാരും ഡെലിവറി കൊടുക്കുള്ളൂ. എല്ലാം ചെയ്തിട്ടാണ് ഡെലിവറി കൊടുക്കുന്നത്. ഈ വണ്ടിക്ക് നമ്മൾ 1 ഇയർ വാറണ്ടി കൂടി ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1 ഇയർ വാറണ്ടി അല്ലെങ്കിൽ 10,000 കിലോമീറ്റർ വാറണ്ടി വരുന്നത്. അതെന്തായാലും നല്ല കാര്യമാണ്. കാരണം പുറമെ
പുറമെ എടുക്കുമ്പോൾ നമുക്ക് വാറണ്ടി കാര്യങ്ങളൊന്നും കിട്ടില്ല. അപ്പോൾ വാറണ്ടിയോട് കൂടിയൊരു യൂസ് വെയർ എടുക്കുകയാണെങ്കിൽ നമുക്ക് പരിപൂർണ്ണ വിശ്വാസമായിട്ട് എടുക്കാം. അതാണ് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. അടുത്തായിട്ട് സ്വിഫ്റ്റ് ആണ് ഇപ്പോൾ ഇവിടെ നിലവിലുള്ളത്. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് ആൽവിനെ? ഇത് 2016 മോഡൽ സ്വിഫ്റ്റ് VXA വേരിയന്റ് ആണ്. VXA വേരിയന്റ് സിംഗിൾ ഓണർഷിപ്പ് ആണ്. 80,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. വെറും 80,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. VXA പെട്രോൾ അല്ലേ വരുന്നത്? ജെനുവിൻ കിലോമീറ്റർ ആണ്. ഇത് നമുക്ക് മാരുതിയുടെ വാറണ്ടി വരുന്നില്ല, അതുകൊണ്ട് നമ്മൾ 1 ഇയർ വാറണ്ടി ഇഷ്യൂ കൊടുക്കുന്നുണ്ട്. 1 ഇയർ വാറണ്ടി പോപ്പുലർ വാറണ്ടി കൊടുക്കുന്നുണ്ട്. പോപ്പുലർ വെഹിക്കിൾസിന്റെ എവിടെ പോയാലും നമുക്ക് വാറണ്ടിയും കാര്യങ്ങളും കിട്ടും. കാരണം കേരളത്തിൽ എല്ലായിടത്തും പടർന്ന് പന്തലിച്ചിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ് പോപ്പുലർ വെഹിക്കിൾസ്. അതുകൊണ്ട് തന്നെ നമുക്ക് വാറണ്ടി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇതിൽ എന്തൊക്കെയാണ് VXA ഫീച്ചേഴ്സും കാര്യങ്ങളും വരുന്നത്? നമുക്ക് റിമോട്ട് സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്, അതുപോലെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് മിറേഴ്സ് വരുന്നുണ്ട്, മിറർ മൊത്തം ടേൺ ഇൻഡിക്കേറ്റർ വരും, പിന്നെ റിമോട്ട് സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്, 4 ഡോർ പവർ വിൻഡോ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്, സ്റ്റീരിയോ എല്ലാം വരുന്നുണ്ട്. പിന്നെ നല്ല ക്വാളിറ്റിയിലെ സീറ്റ്, ഈ കളറിനോട് മാച്ച് ആയിട്ടുള്ള സീറ്റും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇന്റീരിയർ നല്ല രസമുണ്ട് കാണാൻ. ടയറും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു 60% ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? എല്ലാ പേപ്പേഴ്സും ക്ലിയർ അല്ലേ? ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ എല്ലാം ക്ലിയർ ആണ്. ഇത് ചോദിക്കുന്ന പ്രൈസ് എത്ര? 4,90,000 നമ്മൾ ചോദിക്കുന്നത്. 4,90,000 ചോദിക്കുന്നത്. അതിൽ നമുക്ക് എത്ര ലോൺ ചെയ്യാൻ പറ്റും? 85% അല്ലേ? ഒരു മാക്സിമം ഒരു 60-70 റേഞ്ചിൽ നമുക്ക് ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ മതിയല്ലോ. അടുത്ത വീണ്ടും ഒരു സ്വിഫ്റ്റ് തന്നെയാണ് വന്നിട്ടുള്ളത്. നല്ല ക്വാളിറ്റി സ്വിഫ്റ്റ് ആണ്. ഇതിന്റെ ഡീറ്റെയിൽസ് അലവിന് എങ്ങനെ? ഇത് 2011 മോഡൽ സ്വിഫ്റ്റ് VXA ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. വണ്ടി വെറും 60,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അല്ലേ? പെട്രോൾ അത്യാവശ്യം നല്ല മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു സെഗ്മെന്റ് വാഹനം തന്നെയാണ്. പിന്നെ ഇതിന് VXA എന്തൊക്കെയാണ് ഫീച്ചേഴ്സും കാര്യങ്ങളും? കസ്റ്റമർ അഡീഷണൽ റിമോട്ട് സെൻട്രൽ ലോക്ക് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ 4 ഡോർ പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വരുന്ന സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം ഉണ്ട്. ടയറും കാര്യങ്ങളൊക്കെ ഒരു 80% ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ക്വാളിറ്റി വാഹനമാണ്. വേറെ തട്ടമുട്ട മാച്ച് ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. ക്ലീൻ വണ്ടിയാണ്. സ്വിഫ്റ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് നല്ല ബോഡി വെയിറ്റും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി. എല്ലാം ബോഡി വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇങ്ങനത്തെ വാഹനങ്ങളൊക്കെ റെയർ ആയിട്ടാണ് ഉണ്ടാവാറുള്ളത് ഷോറൂമുകളിലൊക്കെ. അതും ക്വാളിറ്റി വെഹിക്കിൾ കിട്ടാൻ നല്ല പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര? നമ്മൾ 2,65,000 ചോദിക്കുന്നത്. 2,65,000 രൂപയാണ് ചോദിക്കുന്ന പ്രൈസ്. ചെറിയ ഇതിൽ മാറ്റും കാര്യങ്ങളൊക്കെ കച്ചവടമാകുമ്പോൾ ഉണ്ടാവും. നേരിട്ട് വന്ന് സംസാരിക്കുക. ഇതിന് ലോൺ ചെയ്യാൻ പറ്റും. അടുത്തായിട്ട് ഓൾഡ് ബേസിൽ വരുന്ന ഒരു വാഗണർ. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇത് 2018 മോഡൽ വാഗണർ VXA ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ്. ഓട്ടോമാറ്റിക് ആണല്ലേ? സെക്കൻഡ് ഓണർ ആണ്. 84,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത്. 84,000 കിലോമീറ്റർ. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ജെനുവിൻ കിലോമീറ്റർ ആയിരിക്കില്ല? വേറെ മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. VXA എന്തൊക്കെയാണ് ഫീച്ചേഴ്സും കാര്യങ്ങളും? റിമോട്ട് സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്, അതുപോലെ 4 ഡോർ പവർ വിൻഡോ, ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ മിറേഴ്സ് വരുന്നുണ്ട്, സ്റ്റീരിയോ വരുന്നുണ്ട്, ബാക്ക് വൈപ്പർ, ഡീഫോഗർ, ഫോഗ് ലാമ്പ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഫോഗ് ലാംപ്സ് കാര്യങ്ങൾ വരുന്നുണ്ട്. നല്ല ക്വാളിറ്റിയിലെ സീറ്റും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ടയറും കാര്യങ്ങളൊക്കെ പുത്തൻ ടയേഴ്സ് ആണുള്ളത്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? 4,55,000 നമ്മൾ ചോദിക്കുന്നത്. 4,50,000 ചോദിക്കുന്ന പ്രൈസ്. നമുക്ക് എത്ര ഡൗൺ പേയ്മെന്റ് കൊടുക്കേണ്ടി വരും? 50,000-55,000 മതി ഡൗൺ പേയ്മെന്റ്. ബാക്കി 4 ലക്ഷം ലോൺ ചെയ്യാൻ പറ്റില്ലേ? ഇതിന് നമ്മൾ 6 മാസം വാറണ്ടി, 3 ഫ്രീ സർവീസ് കൊടുക്കുന്നുണ്ട്. സർട്ടിഫൈഡ് വണ്ടിയാണ്. സർട്ടിഫൈഡ് വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിക്ക് വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കണ്ടീഷൻ വണ്ടി ആയിരിക്കും. അടുത്തായിട്ട് ഇപ്പോൾ അങ്ങനെ ഇങ്ങനെ കാണാത്തൊരു വാഹനമാണ്. ഇത് ഏതാ കമ്പനി? സിട്രോൺ കമ്പനിയിലെ. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇത് സിട്രോൺ എന്ന കമ്പനിയുടെ C3 എന്ന മോഡലാണ്. C3 ഓണർഷിപ്പ് 2022 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ആണ്. 27,000 കിലോമീറ്റർ വണ്ടി ആകെ ഓടിയിട്ടുള്ളൂ. 27,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പെട്രോൾ ഡീസലാ? പെട്രോൾ ആണല്ലേ? ഇതിന് 1 ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ട്. ഇതിന് 1 ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ട്. എല്ലാ വാഹനത്തിനും മാക്സിമം ഒട്ടുമിക്ക നല്ല വാഹനങ്ങൾക്കൊക്കെ വാറണ്ടി കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സും കാര്യങ്ങളും വരുന്നത്? ഫീച്ചേഴ്സ് ഡ്യുവൽ എയർ ബാഗ്, ABS, അതുപോലെ റിമോട്ട് സെൻട്രൽ ലോക്ക്, അതുപോലെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം കാര്യങ്ങൾ, റിവേഴ്സ് ക്യാമറ എല്ലാം വരുന്നുണ്ട്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും ഉണ്ട്. ടയറും കാര്യങ്ങളൊക്കെ ഏകദേശം 60% ടയറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ? പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? എല്ലാം ക്ലിയർ ആണ്. ചോദിക്കുന്ന പ്രൈസ് എത്ര? നമ്മളിതിന് 6,28,000 ചോദിക്കുന്നത്. 6,28,000 ചോദിക്കുന്ന പ്രൈസ് അല്ലേ? ചെറിയ ഇതിൽ മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ലോൺ ചെയ്യാൻ പറ്റുമോ? ഓക്കെ. ഒരു ചെറിയ വാഹനം അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ വേണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് പറ്റുന്നൊരു വാഹനമാണ് മാരുതിയുടെ സെലേറിയ പുതിയ ഫേസിൽ. മൈലേജ് കിങ്. ഇതിനൊക്കെ എത്ര മൈലേജ് കിട്ടും? ഇത് മാനുവലാണ്. 25 മൈലേജ് കമ്പനി പറയുന്നത്. ഓട്ടോമാറ്റിക്കിന് മൈലേജ് കൂടുതലാണ്. കണ്ടാ, മൈലേജ് ഇത്രയും ഒരു ബൈക്കിന്റെ മൈലേജാണ് ഒരു കാറിന് മാരുതി കൊടുക്കുന്നത്. അപ്പൊ മൈലേജും കാര്യങ്ങളൊക്കെ നോക്കി നടക്കുന്ന ആളുകൾക്ക് എടുക്കാൻ പറ്റുന്ന നല്ലൊരു വാഹനമാണ്. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ? ഇത് 2022 മോഡൽ സിലേറിയോ ZXA വേരിയന്റ് ആണ്. മാനുവലാണ് വണ്ടി. ZXA ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. വെറും 55,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. 55,000 കിലോമീറ്റർ കമ്പനി സർവീസ് ആണ്. കൂടാതെ സർട്ടിഫൈഡ് വണ്ടിയാണ്. അതുകൊണ്ട് നമുക്ക് ഇതിന് 1 ഇയർ വാറണ്ടി, 3 ഫ്രീ സർവീസ് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇതിന് 1 വർഷത്തെ വാറണ്ടിയാണ് കൊടുക്കുന്നത്. ഓൾ ഇന്ത്യയാണ് വാറണ്ടിയും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടുന്ന് വണ്ടി എടുത്തു വിചാരിച്ചിട്ട് ഇവിടെ തന്നെ സർവീസിനും വാറണ്ടിക്ക് വരേണ്ട ആവശ്യമില്ല. ഈ ZXA എന്തൊക്കെയാണ് ഫീച്ചേഴ്സും കാര്യങ്ങളും? നമുക്ക് റിമോട്ട് സെൻട്രൽ ലോക്ക് വരും, ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് മിറേഴ്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ മിറർ തന്നെ ഇൻഡിക്കേറ്റേഴ്സ് വരും, ബ്ലൂടൂത്ത് ആയിട്ടുള്ള സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, 4 ഡോർ പവർ വിൻഡോ എല്ലാം വരുന്നുണ്ട്, ABS, സെൻസർ ഒക്കെ
വരുന്നുണ്ട്, ബാക്ക് വൈപ്പർ ഡിഫോഗർ ഒക്കെ വരുന്നുണ്ട്. എല്ലാം വരുന്നുണ്ട്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ZXL ഉണ്ടാവും. പിന്നെ നല്ല ക്വാളിറ്റി സീറ്റും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ടയറും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 70% ടയേഴ്സ് ഉണ്ട്. ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ എല്ലാം ക്ലിയർ ആണ്. അപ്പോൾ നിങ്ങൾ ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? 5,25,000 നമ്മൾ ചോദിക്കുന്നത്. 5,25,000 ചോദിക്കുന്ന പ്രൈസ് അല്ലേ? അത് നമുക്ക് എത്ര ലോൺ ചെയ്യാൻ പറ്റും? 4.25 ലക്ഷം രൂപ ലോൺ ചെയ്ത് പോകാം. ഒരു 50,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ മതി. ബാക്കി നമുക്ക് ലോൺ ചെയ്ത് പോകാം. 1 വർഷത്തെ വാറന്റി ഉണ്ട്, 3 ഫ്രീ സർവീസ് ഉണ്ട്. അടുത്തായിട്ട് മാരുതിയുടെ സെലേറിയോ ഓൾഡ് ഫേസ്. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ? ഇത് 2018 മോഡല് സെലേറിയോ VXA ഓട്ടോമാറ്റിക് ആണ്. VXA ഓട്ടോമാറ്റിക് സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. വെറും 44,000 കിലോമീറ്റർ വണ്ടി ഓടിക്കുള്ളൂ. അത് കമ്പനി സർവീസ് ആണ്. ജെനുവിൻ കിലോമീറ്റർ, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ക്വാളിറ്റി വണ്ടിയാണ്. നല്ല ക്വാളിറ്റി വാഹനമാണ്. കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഇതിൽ ഫീച്ചേഴ്സും കാര്യങ്ങളും എന്താ വരുന്നത്? നമുക്ക് ഇതില് 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. പിന്നെ റിമോട്ട് സെന്ററിലൊക്കെ കസ്റ്റമർ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. അത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ ടയറും കാര്യങ്ങളൊക്കെ പുത്തൻ ടയേഴ്സാണ് നിലവിലുള്ളത്. പേപ്പർ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ എല്ലാം ക്ലിയർ ആണ്. എല്ലാം ക്ലിയർ ആണ്. സർട്ടിഫൈഡ് വണ്ടിയാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇതിന് 6 മാസം വാറണ്ടി, 3 ഫ്രീ സർവീസ് കാര്യങ്ങളൊക്കെ വരുന്നത്. അതായത് എല്ലാ ഭാഗവും A to Z കാര്യങ്ങൾ കമ്പനി ചെക്ക് ചെയ്തിട്ടാണ് വാറണ്ടി സർവീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? 4,60,000 ചോദിക്കുന്നത്. 4,60,000. എത്ര ഡൗൺ പേയ്മെന്റ് കൊടുക്കേണ്ടി വരും? നമുക്ക് 60,000 ഡൗൺ പേയ്മെന്റ് മതി. 60,000 രൂപ ഡൗൺ പേയ്മെന്റ്, 4 ലക്ഷം രൂപ ലോൺ ചെയ്യാം. അടുത്തായിട്ട് മാരുതിയുടെ സ്വിഫ്റ്റ് ബ്ലൂ. നമുക്ക് സ്വിഫ്റ്റ് തന്നെ പല കളറിലും പല വേരിയന്റിലും പല ബഡ്ജറ്റിലും ഇപ്പോൾ നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. പഴയ മോഡലും ഉണ്ട്, പുതിയ മോഡലും ഉണ്ട്. അപ്പോൾ സ്വിഫ്റ്റ് ഏത് വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാം. ഡീസൽ, പെട്രോൾ, മാനുവൽ, ഓട്ടോമാറ്റിക് എല്ലാത്തരം സ്വിഫ്റ്റുകളും നിലവിൽ ഇപ്പോൾ ഈ ഒരു മാസം സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് ഇത് 2020 മോഡൽ സ്വിഫ്റ്റ് VXA വേരിയന്റ് ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. വെറും 53,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വെറും 53,000 കിലോമീറ്റർ. പെട്രോൾ എഞ്ചിനല്ലേ? പെട്രോൾ എഞ്ചിനാണ്. കമ്പനി സർവീസ് ആണ്. വേറെ ആക്സിഡന്റോ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. കൂടാതെ സർട്ടിഫൈഡ് വണ്ടിയാണ്. അതുകൊണ്ട് ഇതിന് നമുക്ക് 6 മാസം വാറണ്ടി, 3 ഫ്രീ സർവീസ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ കൂടാതെ ഈ കളർ ഒരുവിധം കസ്റ്റമേഴ്സ് ചോദിക്കുന്ന കളറാണ്. ഈ ഒരു കളർ അല്ലേ റെയർ ആണ്. കാരണം ഇതൊരു നല്ല ക്ലിക്ക് ആയിട്ടുള്ള കളറാണല്ലേ? റെഡിന്റെ അതേപോലെ തന്നെ ക്ലിക്ക് ആയ കളറാണ്. പിന്നെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് വരുന്നത്? ഇത് നമുക്ക് റിമോട്ട് സെന്റർ ലോക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ 4 ഡോർ പവർ വിൻഡോ, ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെന്റ് മിറേഴ്സ് വരുന്നുണ്ട്. മിററിൽ തന്നെ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. പിന്നെ സേഫ്റ്റി ഫീച്ചർ ആയിട്ട് ഡ്യുവൽ എയർ ബാഗ്, ABS, EBD, ബ്രേക്ക് അസിസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം വരുന്നുണ്ട്. വണ്ടികളിലൊക്കെ നമുക്ക് ഡ്യുവൽ എയർ ബാഗ്, ABS ഒക്കെ വരുന്നുണ്ട്. അതുപോലെ EBD വരുന്നുണ്ട് മിക്ക വണ്ടികളിലും. പക്ഷെ ബ്രേക്ക് അസിസ്റ്റ് എന്ന് പറയുന്ന സംഭവം നമുക്കിപ്പോൾ ഈ സ്വിഫ്റ്റ് അതുപോലെ തന്നെ ഡിസൈർ അങ്ങനെ വണ്ടികളാണ് വന്നിട്ടുള്ളത്. ഇത് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? നമ്മളിതിന് 6,28,000 ചോദിക്കുന്നത്. 6,28,000. അതിൽ നമുക്ക് എത്ര ഡൗൺ പേയ്മെന്റ് കൊടുക്കേണ്ടി വരും? നമുക്ക് അതിലൊരു 5.25 ലക്ഷം രൂപയൊക്കെ ലോൺ ചെയ്ത് കൊടുക്കാം. ഒരു 50-55 റേഞ്ചിൽ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സ്വിഫ്റ്റ് നമുക്ക് സ്വന്തമാക്കാം. ഇതിന് വാറണ്ടി കാര്യങ്ങളുണ്ടോ? സർട്ടിഫൈഡ് വണ്ടിയാണ്. 6 മാസം വാറണ്ടി, 3 ഫ്രീ സർവീസ് കാര്യങ്ങൾ കൊടുക്കണം. 6 മാസം വാറണ്ടി, 3 ഫ്രീ സർവീസ് ഉണ്ട്. അപ്പോൾ ചെറിയ ഡൗൺ പേയ്മെന്റ് കൊടുത്തിട്ട് നല്ലൊരു ഈ ഒരു കളറിലൊക്കെ സ്വിഫ്റ്റ് അന്വേഷിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരിലേക്ക് മാക്സിമം വീടിന് ഷെയർ ചെയ്യുക. അടുത്തായിട്ട് മാരുതിയുടെ സ്വിഫ്റ്റ് ഡിസയർ. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാ? നമ്മുടെ അടുത്ത് ഒരുപാട് കസ്റ്റമേഴ്സ് യൂട്യൂബ് കോൾ കണ്ട് വീഡിയോ കണ്ടിട്ട് നമുക്ക് അടുത്ത് വിളിച്ച് ചോദിക്കാറുണ്ട്. സ്വിഫ്റ്റ് വണ്ടി ഉണ്ടെങ്കിൽ അത് ഡീസൽ ഉണ്ടോ, അതുപോലെ ഡിസൈർ ഡീസൽ, സിയാസ് ഡീസൽ, അങ്ങനെ ഡീസൽ വണ്ടി ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിക്കുന്നുണ്ട്. ഡീസൽ വണ്ടി നിർത്തിയപ്പോൾ അതിന് മാർക്കറ്റ് കൂടി, ആളുകൾക്ക് ഡീസൽ കിട്ടാനുള്ള അവസ്ഥയില്ല. കിട്ടാനുണ്ട്, നമുക്ക് പുറത്തേക്ക് കിട്ടാനുണ്ട്, കച്ചവടക്കാരുടെ കയ്യിൽ കിട്ടും. പക്ഷേ അവിടെ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കിലോമീറ്റർ ഓടി ഡീസൽ വണ്ടി നല്ല ഓടിയിട്ടുണ്ടോ. അതുപോലെ കിലോമീറ്റർ തിരിച്ച വണ്ടി ജനുവൻ കിലോമീറ്റർ ആയിരിക്കില്ല, ഫ്ലഡ് ഉണ്ടായിരിക്കാം. പക്ഷേ കമ്പനി ഇങ്ങനത്തെ വണ്ടി എടുക്കാത്ത കാരണം ഡീസൽ വണ്ടി വരെ വളരെ പൊതുവെ കുറവാണ്. കാരണം ഓവറായിട്ട് ഓടിയ വണ്ടികളും നമ്മൾ എടുക്കില്ല, കിലോമീറ്റർ തിരിച്ച വണ്ടി കാര്യങ്ങൾ എടുക്കില്ല. ഇത് നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ഇത് 2014 മോഡൽ ഡിസൈർ VD ആണ്. ഡീസൽ വേരിയന്റ് ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 75,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുണ്ട്. 75,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അത് ജെനുവിൻ കിലോമീറ്റർ അല്ലേ? ഡീസൽ ആയതുകൊണ്ട് ചോദിക്കുന്നത്. കിലോമീറ്റർ ആണ്. കമ്പനി സർവീസ് ആണ്. എല്ലാം നിങ്ങൾ ചെക്ക് ചെയ്തതാണ്. ഇത് VDയിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സും കാര്യങ്ങളും? റിമോട്ട് സെന്റർ ലോക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ 4 ഡോർ പവർ വിൻഡോ, ഇലക്ട്രിക്കൽ മിറേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സ്റ്റീരിയോ വരുന്നുണ്ട്. എല്ലാ ഫീച്ചേഴ്സും അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും ഉണ്ടല്ലേ? എല്ലാം വരുന്നുണ്ട്. ടയറും കാര്യങ്ങളൊക്കെ കണ്ടീഷൻ ടയേഴ്സ് ആണ്. പേപ്പേഴ്സും ഒക്കെ എല്ലാം ക്ലിയർ ആണ്. എല്ലാം ക്ലിയർ ആണ്. ചോദിക്കുന്ന പ്രൈസോ? നമ്മൾ 4,65,000 നമ്മൾ ചോദിക്കുന്നത്. എത്ര നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും? നമുക്കൊരു 4 ലക്ഷം രൂപ ലോൺ ചെയ്ത് കൊടുക്കാം. 67,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ മതി. ഡീസൽ വാഹനമാണ്. 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ലോ കിലോമീറ്റർ ഓടിയ ഡീസൽ വാഹനമൊക്കെ അന്വേഷിച്ചെടുക്കുന്നവർക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന ഒരു വാഹനമാണ്. അടുത്തായിട്ട് വീണ്ടും ഒരു മാരുതിയുടെ സ്വിഫ്റ്റ് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ? ഇത് 2019 മോഡൽ സ്വിഫ്റ്റ് LX ആണ് വരുന്നത്. സ്വിഫ്റ്റ് LX ബേസ് മോഡൽ വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 40,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. വെറും 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ടോ? കൂടാതെ കസ്റ്റമർ VXA പോലെ എല്ലാ സർവീസ് ചെയ്തിട്ടുണ്ട്. സെന്റർ ലോക്ക് ചെയ്തിട്ടുണ്ട്, സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട്, പവർ വിൻഡോസ് ചെയ്തിട്ടുണ്ട്, സ്പോയിലർ എല്ലാം ചെയ്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റി സീറ്റും കാര്യങ്ങളൊക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ടാവില്ലേ? എക്സ്ട്രാ പേയ്മെന്റ് കൊടുത്ത് ചെയ്ത പരിപാടിയാണ് ഇതൊക്കെ. LXA വേരിയന്റ് ആണെങ്കിലും VXAന്റെ കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിനുണ്ട്. എല്ലാ കാര്യങ്ങളും ക്ലിയർ അല്ലേ? ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ്. ഫ്രണ്ട് രണ്ടും പുത്തനാണ്, ബാക്ക് രണ്ടും ആവറേജ് ടയർ ആണല്ലേ? ഇത് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര? 5,48,000 രൂപയാണ് ചോദിക്കുന്നത്. 5,48,000 ചോദിക്കുന്ന പ്രൈസ്. നമുക്കൊരു 48 ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ 5 ലക്ഷം ലോൺ ചെയ്തോടെ? 5 ലക്ഷം ലോൺ ചെയ്യാൻ പറ്റും. സർട്ടിഫൈഡ് ആണ്.
ആയതുകൊണ്ട് നമുക്ക് ഇതിന് 6 മാസം വാറണ്ടി 3 ഫ്രീ സർവീസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 6 മാസത്തെ വാറണ്ടി ഉണ്ട്, 3 ഫ്രീ സർവീസ് ഉണ്ട്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, വാഹനത്തിന് വാറണ്ടിയും ഫ്രീ സർവീസ് കൊടുക്കുന്നുണ്ടെന്ന് ഇവർ പറയുകയാണെങ്കിൽ പിന്നെ ഈ വാഹനത്തിന് എങ്ങനെ എന്ത് നോക്കിയാലും ഒരു കംപ്ലൈൻറ്റ് ഉണ്ടാവില്ല. കാരണം കമ്പനിയിൽ എല്ലാ ചെക്ക് പോയിന്റും കാര്യങ്ങളും, എത്ര ചെക്ക് പോയിന്റ് ആണ്? 376 ചെക്ക് പോയിന്റ് പാസ്സായിട്ടാണ് ഈ വാറണ്ടി സർവീസും കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ അത്രയും ക്വാളിറ്റി വെഹിക്കിൾ ആയിരിക്കും. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം.